ഇന്നത്തെ വചനചിന്ത നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന ദൈവം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഗദരദേശത്ത് ഭൂതഗ്രസ്തൻ്റെ നിലവിളി കേട്ടിട്ടും കണ്ടിട്ടും അവിടെയുള്ളവർ കാണാതെയും കേൾക്കാതെയും പോയപ്പോൾ, അതേ ദേശത്ത് ഭൂതഗ്രസ്തൻ്റെ നിലവിളി കേട്ട് തക്ക സമയമായപ്പോൾ ഭൂതഗ്രസ്തന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നുവെങ്കിൽ, ഭൂതഗ്രസ്തന് വിടുതൽ നൽകിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾ നിലവിളിയുടെ അവസ്ഥയിലാണോ? മറ്റാരും താങ്കളെ കാണുന്നില്ല എങ്കിലും നിലവിളിയെ കേൾക്കുന്ന, കണ്ണുനീരിനെ തുടയ്ക്കുന്ന, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇറങ്ങി വരുന്ന കർത്താവ് യേശു ക്രിസ്തു വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട്. യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കാമോ? കർത്താവ് അരികിൽ വന്ന് വചനം ശ്രവിക്കുന്ന താങ്കളെ വിടിയിക്കുവാനിടയാകും. എവിടെയാണോ നിന്ദാപാത്രമായത്, അതേ സ്ഥാനത്ത് കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കളെ മാനിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദക്കപ്പോലിയ നാട്ടിൽ വിളിച്ചു പറയുവാൻ ഭൂതഗ്രഹസ്ഥനെ ആക്കി വെച്ചുവെങ്കിൽ, ഇന്ന് നമ്മുടെ അവസ്ഥകൾ കണ്ടും നമ്മുടെ നിലവിളി കേട്ടിട്ടും കാണാതെ പോകുന്ന മനുഷ്യരുണ്ട്. എന്നാൽ അതേ ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ ഭയപ്പെടാതെ ഭാരപ്പെടാതെ നമ്മുടെ നിലവിളി കേൾക്കുന്ന കർത്താവുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചാൽ, എവിടെയാണോ തല കുരുകിയപ്പെട്ടത്, എവിടെയാണോ തകരപ്പെട്ടത്, ദൈവം അതേ സ്ഥലത്ത് അതേ ദേശക്കാരുടെ മുമ്പിൽ തല ഉയർത്തി മാനിക്കുവാനിടയാകും. തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നുവെന്ന്. അതേ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, എവിടെയാണോ തല കുനിയപ്പെട്ടത്, എവിടെയാണോ തകർന്നത്, അതേ സ്ഥലത്ത് നമ്മെ മാനിക്കുന്ന ജീവനുള്ള കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നയിൻ പട്ടണത്തിൽ കർത്താവ് യേശു ക്രിസ്തു എത്തിയപ്പോൾ കർത്താവ് കാണുന്നത്, കർത്താവ് കേൾക്കുന്നത് വിധവയുടെ കരച്ചിലാണ്. കർത്താവ് കാണുന്നത് ശവമഞ്ചമാണ്. നയിൻ എന്ന പട്ടണത്തിൽ വിധവയുടെ മരിച്ചുപോയ മകൻ്റെ സംസ്കാരത്തിനായി അനേകം ആൾക്കാർ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. യാത്രയിൽ അനേകർ അവളെ കണ്ടിട്ടും അവളുടെ വിഷമം കണ്ടിട്ടും ആർക്കും പരിഹാരം നൽകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് കണ്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. യേശു അടുത്തു ചെന്നു, ശവമഞ്ചം തൊട്ടു, ചുമക്കുന്നു പറഞ്ഞു. ബാല്യക്കാര എഴുന്നേൽക്കുക എന്നൊരൊറ്റ വാക്കിൻ്റെ മുൻപിൽ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. കർത്താവ് യേശു ക്രിസ്തു ബാലനെ എഴുന്നേൽപ്പിച്ച് വിധവയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലും മരിച്ചെന്ന് കരുതപ്പെടുന്ന വിഷയത്തിന്മേൽ കർത്താവ് പ്രവർത്തിപ്പാനിടയാകും. നമ്മുടെ വിഷയത്തിന്മേൽ കർത്താവ് മനസ്സലിഞ്ഞാൽ, മരിച്ചെന്ന് കരുതപ്പെടുന്ന വിഷയമാണെങ്കിലും അതിനെ ഉയർപ്പിച്ചു കൊണ്ടുവരുവാനിടയാകും. 40 ദിവസം ഫിലിസ്ത്യർ വന്നു ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിച്ചു. സകലരും ഭയത്തോടുകൂടെ മിണ്ടാതിരുന്നപ്പോൾ ഭക്തനായ ദാവീദ് വിളിച്ചു പറഞ്ഞു, നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നുവെന്ന്. ഇസ്രായേലെ സകല ജനവും ഗോലിയാത്തിൻ്റെ വലിപ്പവും ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയും കേട്ട് നിലവിളിക്കുമ്പോൾ, ഭക്തനായ ദാവീദ് ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട്, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ധൈര്യമായി ഗോലിയാത്തിൻ്റെ മുന്നിലേക്ക് നടന്നു നീങ്ങി. ദൈവത്തിൻ്റെ നാമത്തിൽ പോയി ഫിലിസ്ത്യനായ ഗോലിയാത്തിനെ വീഴ്ത്തിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ മുൻപിൽ വെല്ലുവിളിക്കുന്ന എത്ര വലിയ വിഷയമായാലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് യേശുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് ചലിക്കുവാൻ തയ്യാറായാൽ, കൺമുൻപിൽ ശത്രുക്കൾ നിലംപരിശാകും, കൺമുൻപിൽ ഭൂതങ്ങൾ വിട്ടുപോകും, കൺമുൻപിൽ രോഗികൾ സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ മുടന്തൻ ചാടി എഴുന്നേൽക്കും. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുൻപിൽ ജന്മനാ മുടന്തനായ മനുഷ്യനെ നോക്കി പത്രോസ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ യാതൊന്നുമില്ല, എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്, യേശുവിൻ്റെ നാമം. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് വലങ്കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ നരിയാണി ഉറയ്ക്കുവാനിടയായി. അനേക വർഷങ്ങളാൽ നിലവിളിയോടുകൂടെ കണ്ണുനീരോടുകൂടെ താനൊരു മുടന്തനാണല്ലോ എന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ നിലവിളി കണ്ട്
പത്രോസിനെയും യാക്കോബിനെയും കൊണ്ട് കർത്താവ് പ്രവർത്തിച്ചുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനത്താൽ അരിയാണി ഉറച്ചതുപോലെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, ശക്തിയേറി മുന്നോട്ട് ചലിക്കുവാൻ വചനം ശ്രവിക്കുന്ന താങ്കളെയും കർത്താവ് സഹായിക്കും. ആകയാൽ നിലവിളി കേൾക്കുന്ന കർത്താവുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ നിലവിളിച്ചാൽ പരിഹാരം കിട്ടത്തില്ല. കർത്താവിനെ നോക്കി നിലവിളിക്കാമോ? അവിടെ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയാകും. വചനം ശ്രവിക്കുന്ന ഏവരെയും കർത്താവ് കൃപയും അധികാരം നൽകി മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.